ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും സംഭവിക്കാൻ പോകുകയാണ്. അതായത് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് സംഭവിക്കത്തില്ല എന്ന്, അത് സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ പവിത്രത കൊണ്ടാണ് നിങ്ങൾക്കതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യത്തിൽ നിന്നാണ് ഡിസ്കണക്റ്റ് ആവുന്നത് നോക്കാം നമുക്ക്. അതായത് നിങ്ങളുടെ ആ ഒരു പെയിനിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വേദനയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പല മോശമായിട്ടുള്ള ഒരു പെയിനും വേദനകളും, അതായത് നിങ്ങൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങളും പെയിനും എല്ലാം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജേണി എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ കാണാൻ സാധിക്കുന്നത്, എന്തെങ്കിലും ഒരു കാരണം നിങ്ങളുടെ കാലിൽ ആരെങ്കിലും വച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, അതിങ്ങനെ നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നു. പക്ഷേ ആ ഒരു കെട്ടിയിരിക്കുന്ന ആ ഒരു കെട്ടലിൽ നിന്ന് നിങ്ങൾ വിമുക്തരാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി അങ്ങോട്ട്. കാരണം ചില കാര്യങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങളെ പിറകിലോട്ട് വലിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല, അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ. പക്ഷേ ഇനി അതിൽ നിന്നെല്ലാം വിമുക്തരായി നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ മാത്രം കയ്യിലായിരുന്നു ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ഡിസ്കണക്ഷൻ. അതായത് ദൈവം വിചാരിച്ചു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കി നിങ്ങളെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ. അതായത് നിങ്ങൾ എവിടെയാണോ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വച്ചേക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു സ്ഥിതി ക്രിയേറ്റ് ആകും. അങ്ങനെ നിങ്ങൾ അവിടുന്ന് ആ ഒരു സ്ഥിതിയിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ് വിട്ടിട്ട് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ടും സംഭവിക്കും. അതായത് നിങ്ങളുടെ മനസ്സ് അവിടെ നിന്ന് ഡിസ്കണക്റ്റ് ആവും. അത് വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കാം, എന്തായിരുന്നാലും ആ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ മനസ്സ് ഡിസ്കണക്റ്റ് ആവും. അതായത് ഒരു വ്യക്തി സാക്രിഫൈസ് ചെയ്യുന്നതിനും അധികമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തിയെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഇടപെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്ന സാക്രിഫൈസ് ചെയ്ത് കേവലം ഇത് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ കേവലം സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യവുമില്ല, വേറെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത് എങ്കിൽ ദൈവം നിങ്ങളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, രക്ഷിക്കും നിങ്ങളെ. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥിതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരിക്കലും ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കത്തില്ല എന്നാണ്. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്, തെറ്റായ സ്ഥലത്ത് നിങ്ങളുടെ ഇമോഷൻസ് വെറുതെ കളയുന്നതും നിങ്ങൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതും നിർത്തൂ, മതി, ഇനി വേണ്ട എന്നുള്ള രീതിയിലാണ് ദൈവം പറയുന്നത്. കാരണം എത്ര നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടും വീണ്ടും പഴയ അവസ്ഥയാണ്, വീണ്ടും സാക്രിഫൈസ് ചെയ്യണം, വീണ്ടും ഇമോഷണൽ ലോസ്, എല്ലാം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ സാക്രിഫൈസും എല്ലാം വെറുതെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ എത്ര തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം കൊണ്ടുവന്നില്ല എങ്കിൽ പോലും ചില സമയം നമ്മുടെ നല്ല കർമ്മത്തിൻ്റെ ബലം നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ പുറത്ത് കൊണ്ടുവരും. അതായത് ദൈവം ആഗ്രഹിക്കും ഈ ഒരു മാറ്റം ഈ കുട്ടിക്ക് കൊടുക്കണം. കാരണം കുറേ നാളായിട്ട് ഈ കുട്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നു, ഇമോഷൻസ് വെറുതെ ലോസായി കളയുന്നു തെറ്റായ സ്ഥലത്ത്. അങ്ങനെ ദൈവത്തിന് തോന്നി, ദൈവം അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഒരു മൈൻഡ് ഗെയിം പോലെയാണ് നടക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ കൊണ്ട് മൈൻഡ് ഗെയിം ചെയ്യിപ്പിക്കുന്നതായിട്ട്. അതായത് അങ്ങനെ നിങ്ങൾ തകർന്ന് നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ നിങ്ങളെ കൊണ്ട് മൈൻഡ് ഗെയിം പ്ലേ ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സമസ്യ ക്രിയേറ്റ് ആക്കുന്നു. അതായത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തി ഇത്രമാത്രം തളർത്തുക, ആ വ്യക്തിക്ക് ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു കാര്യം ഉണ്ടാവണം, അതിനു വേണ്ടി ആ വ്യക്തിയെ തളർത്തുക, ആ രീതിയിൽ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആൾക്കാർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ വരാൻ വേണ്ടി ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നു. അതായത് ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും പുറത്ത് വരുമ്പോൾ അടുത്ത സിറ്റുവേഷൻസ് അവർ ക്രിയേറ്റ് ആക്കുന്നു.
അതിനുശേഷം അവർ വേറൊരു പ്രശ്നത്തെ ക്രിയേറ്റ് ആക്കുന്നു. അതായത് ഒരേ സമയം 1, 3, 4 പ്രശ്നം ക്രിയേറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ആകുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് അവർക്ക് ലഭിക്കുന്ന ആ ഒരു സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെക്കൊണ്ട് അതുപോലും ചെയ്യാൻ സാധിക്കുന്നില്ല. കിട്ടുന്ന സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പോലും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സമയം, നല്ല സമയമെല്ലാം ഈ രീതിയിൽ വെറുതെ പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ വിലപ്പെട്ട സമയമെല്ലാം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചൂസ് ചെയ്തത്. അതായത് അവരിപ്പോൾ നിങ്ങളെ നോക്കി പറയുന്നുണ്ടായിരിക്കാം, നമ്മൾ പറഞ്ഞോ നിങ്ങളോട് നിങ്ങളുടെ വിലപ്പെട്ട സമയം തരുവാൻ എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ അങ്ങനെയായിരുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താതെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഇവിടെ ആൾക്കാർ എപ്പോഴും ഇങ്ങനെയാണ്, മറന്നു പോകും. അതായത് അവർ ഓർമ്മിച്ച് വയ്ക്കത്തില്ല നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന്. അവർ പറയുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നായിരിക്കും ഇപ്പോഴും പറയുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പറയുന്നു, അതായത് നിങ്ങൾ കർമ്മം ചെയ്യും പക്ഷേ അതിൻ്റെ ബലം ഒരിക്കലും ആഗ്രഹിക്കരുത്. അതേപോലെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കർമ്മം ചെയ്തു, പക്ഷേ അതിൻ്റെ ബലം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അതായത് അൺകണ്ടീഷണൽ ഒരാളടുത്ത് നമ്മൾ ചെയ്യത്തില്ല, അതേപോലെ കാര്യങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷ വയ്ക്കരുത്. അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാതെ നമ്മൾ ചെയ്യുക. ഇവിടെ അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ചിന്ത, നിങ്ങൾ മെയിനായിട്ട് എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് മാറ്റി ഈ ഒരു പ്രശ്നങ്ങളിൽ കൊണ്ടുവരണമെന്നാണ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്താണോ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കുമായിരിക്കും. അത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഈ മനഃപൂർവ്വമായിട്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വിജയിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നു, അതായത് നിങ്ങൾ ഒരിക്കലും ഫ്രീ ആകുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഫ്രീ ആകുന്നില്ല. ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ആയിരിക്കുകയാണ്, ഇങ്ങനെ ഉള്ള ആൾക്കാർ മുഖേന ക്രിയേറ്റ് ആയത്. അപ്പോൾ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ദൈവം നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമെന്നാണ്. ഇവിടെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നത് മഴ പെയ്യാണ്, അതുകൊണ്ടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയായിരിക്കുമല്ലോ, ഇവിടെയും ഭയങ്കര മഴയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താണോ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് അത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ വീക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധി കടന്നിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങൾ തോറ്റുപോയി എന്നാണ്, പക്ഷേ അവർ ചുമ്മാ വിചാരിക്കുന്നതാണ്. കാരണം ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. അവർ വിചാരിക്കും പോലെ ഒന്നും നടക്കത്തില്ല, ദൈവം വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കണമെന്നാണ്. പക്ഷേ നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വരാനും പാടില്ല. ആ രീതിയിൽ പ്രശ്നങ്ങൾ ഇവർ ക്രിയേറ്റ് ആക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അവർ ആഗ്രഹിക്കും പോലെ ഒരിക്കലും നടക്കത്തില്ല. എവിടെയാണോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നത് അവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാം വളരെ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ലിമിറ്റിനപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിഷമം. വർക്കഹോളിക് ആവുന്ന നല്ല കാര്യമാണ്, ജോലിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് റെസ്റ്റും വേണം. ഇവിടെ ഒരു വ്യക്തിയുടെ കള്ളത്തനം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളോട് ശത്രുതാഭാവമാണ് വയ്ക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ വ്യക്തി തെറ്റുകാരനാണ്, ഈ വ്യക്തി കള്ളനാണ്, കള്ളം മാത്രമാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി ഇങ്ങനെയല്ല. അതായത് ഭ്രമമാണ് ഈ വ്യക്തിയുടെ കാര്യത്തിൽ, അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ എല്ലാ ഭ്രമവും മാറി ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതായത് ഈ വ്യക്തി ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് തന്നെ, നിങ്ങളുടെ നേരെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫേമായി ഈ വ്യക്തിയെ തന്നെ ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കുന്നില്ല, തെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് എൻ്റെ തെറ്റിദ്ധാരണയാണ് എന്ന്. അങ്ങനെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട്, നിങ്ങളുടെ നേരെ നിന്നുകൊണ്ട് തന്നെ ഇവർ പലതും പറഞ്ഞു, ഇവർ തെറ്റുകാരാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കൺഫേമായി വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന്.
ഇവിടെ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എത്ര തന്നെ എന്ത് തന്നെ നല്ലത് ചെയ്താലും ഈ വ്യക്തിക്ക് നിങ്ങളോട് ശത്രുതാഭാവമാണെന്ന് ഈ വ്യക്തി നേരെ നിന്ന് കൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ ഇഷ്ടമില്ല, നിങ്ങളെ ശത്രുവായിട്ടാണ് കാണുന്നത്, അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കിയതാണ് നിങ്ങൾ. അതായത് ഈ വ്യക്തിക്ക് വേണ്ടി എന്ത് നിങ്ങൾ നല്ലത് ചെയ്താലും അപ്പോൾ തന്നെ തിരിച്ച് ഈ വ്യക്തി നിങ്ങളോട് വളരെ മോശം രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഇതുകൂടാതെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിലുള്ള കള്ളവും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു, ദൈവമേ ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടും ഇവർ എന്നെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആയിരിക്കുക. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്തോ അങ്ങനെ പദ്ധതികൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ പദ്ധതികൾ ഉറപ്പായിട്ടും ദൈവം വിജയത്തിലെത്തിക്കത്തില്ല, പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി മുന്നേയും നിങ്ങളെ ഒത്തിരി ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി പെയിൻ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയും വേണമെങ്കിൽ ഇവർ നിങ്ങൾക്ക് പെയിൻ തരും. അതുകൊണ്ട് ഈ വ്യക്തിയെ കുറച്ചൊന്ന് സൂക്ഷിക്കുക നിങ്ങൾ. പക്ഷേ നിങ്ങൾ വീണ്ടും ഈ വ്യക്തിക്ക് മാപ്പ് കൊടുത്ത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഈ വ്യക്തിക്ക് സ്ഥാനം കൊടുത്തു. പക്ഷേ വീണ്ടും ഇവർ നിങ്ങൾക്ക് നേരെ തെറ്റ് ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ ഇവരെ മാപ്പ് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കയറ്റിയോ അപ്പോഴെല്ലാം അതിനപ്പുറം, അതായത് മുന്നേ അനുഭവിച്ചതിനപ്പുറം ദുഃഖമാണ് ഇവർ നിങ്ങൾക്ക് തന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് ഒരു നല്ല കർമ്മം ചെയ്യുമ്പോൾ ആ വ്യക്തി നല്ല നല്ല കർമ്മങ്ങളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നു. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മോശകർമ്മം ചെയ്തിട്ട് വീണ്ടും പല പല മോശകർമ്മങ്ങളെ വീണ്ടും ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വ്യക്തി അപരാധം പോലെ എന്തോ ഒരു വലിയ കർമ്മം ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും പല തെറ്റായ കർമ്മം ചെയ്യാൻ വേണ്ടി ആ അപരാധം പോലത്തെ കർമ്മം ഇവരെ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഇവരുടെ അഹങ്കാരത്തിൽ ഭയങ്കരമായിട്ട് കണ്ണ് കാണാതിരിക്കുകയാണ്. കാരണം ദൈവമില്ല, ഒരു ശിക്ഷ ഇവർക്ക് ലഭിക്കത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ സമയമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു സമയമെന്ന് പറയുന്ന കാര്യം ആരൊക്കെ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടോ അവർക്ക് അതിൻ്റെ ബലവും, ആരൊക്കെ എന്തൊക്കെ മോശം ചെയ്തിട്ടുണ്ടോ അത് അവർക്ക് അതിൻ്റെ ആ ഒരു ബലവും കൊടുക്കുന്നതാണ്. ഇവിടെ എല്ലാ സത്യവും അറിഞ്ഞിട്ടും ചില ആൾക്കാർ നിങ്ങൾക്ക് നേരെ കള്ള ആരോപണങ്ങൾ പറയുന്നു, നിങ്ങളെ കള്ളിയാണ് കള്ളനാണെന്ന് പറയുന്നു. അവർക്ക് എല്ലാ സത്യവും അറിയും, എന്നിട്ട് പോലും നിങ്ങളെ കള്ളനോ കള്ളിയോ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ദൈവത്തിന് അറിയില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന്, ദൈവം തന്നെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ എന്നുള്ള രീതിയിൽ സറണ്ടർ ചെയ്യുക നിങ്ങൾ. ഇവിടെ ഈ വ്യക്തി നിങ്ങൾക്ക് എതിരെ എന്ത് മോശം പ്ലാനിങ് ചെയ്താലും ഇവരുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് തോന്നുന്ന കാര്യം ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ വ്യക്തിയുടെ ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത് തിരിച്ചാണ്, അതായത് നല്ലതായിട്ടല്ല പോകുന്നത്, മോശമായിട്ടാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ഈ വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് മോശമാണ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പോസിറ്റ് ഇവർ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇവരുടെ ആക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന്. ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെയാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കുകയും പറയുകയും വേണം. ആ രീതിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കണം. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആൾക്കാരുടെ മുന്നിൽ നിങ്ങളുടെ ഇമേജ് ഈ രീതിയിലും ആവണം, ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, അതും ഇവർ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് ശത്രുതാഭാവം, ഒരു ദേഷ്യമുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിരിക്കാം ഇവർക്ക് ശത്രുതാഭാവം. ഇവിടെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇവരുടെ കയ്യിലില്ല, അത് കാരണമാണ് ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യം നിങ്ങളോട് വയ്ക്കുന്നത്. ഇവിടെ വളരെ മോശമായിട്ടുള്ള ചിന്ത ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി പോകുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു ചാട്ടവാറ് കിട്ടുക തന്നെ വേണം. അതായത് നിങ്ങളുടെ കൂടെ മാത്രമല്ല വേറൊരു വ്യക്തിയോടും കൂടെയും ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ഇവർ ചിന്തിക്കുക പോലും ചെയ്ത് ആ രീതിയിൽ ദൈവത്തിൻ്റെ ആ ഒരു കിട്ടണം.
ഇവരുടെ ബുദ്ധി ഇങ്ങനെയാണ് പോകുന്നത്. അതായത് മറ്റുള്ളവർക്ക് എങ്ങനെ വിഷമം എൻ്റെ മുഖേന കൊടുക്കാം, എങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാം, ഇതൊക്കെയാണ് ഇവർ നോക്കുന്നത്. ഈ വ്യക്തിയുടെ ചിന്ത എന്ന് പറയുന്നത് രാക്ഷസനെ പോലെയുള്ള ചിന്തയാണ്, അല്ലാതെ മനുഷ്യരെ പോലുള്ള ചിന്തയല്ല. ഇവിടെ ഉറപ്പായിട്ടും ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ, അതായത് ഇല്ല എനിക്ക് വിശ്വാസമില്ല, കുറേ നാളോട് കേൾക്കുന്നു എന്ന് പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു കാര്യവും സംഭവിക്കത്തില്ല, പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും സംഭവിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് എന്തൊക്കെ കള്ളവും കാപട്യവും ചെയ്തിട്ടുണ്ടോ അതേപോലെ വേറൊരു വ്യക്തിയോടും ഇതേ സെയിം കള്ളവും കാപട്യവും ചെയ്യും. അപ്പോഴായിരിക്കും ഇവരുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവർ എന്തൊക്കെ കള്ള ആരോപണങ്ങളും എന്തൊക്കെ തെറ്റുകളാണോ ചെയ്തത് അതെല്ലാം ആൾക്കാർ മനസ്സിലാക്കും. അതുവരെ നിങ്ങൾ ഈ ഒരു സ്ഥിതിയിൽ ഒന്ന് പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക, അല്ലാതെ ഒരു ഇതുമില്ല. കാരണം ഈ വ്യക്തിക്ക് കർമ്മ റിട്ടേൺ ഉണ്ടാവും. ഇവരുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയും. കാരണം നിങ്ങളോട് ചെയ്തതുപോലെ വേറൊരാൾ ചെയ്യുമ്പോഴാണ് കർമ്മ റിട്ടേൺ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു ന്യായം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും ന്യായം സംഭവിക്കാൻ പോകുന്നത്. കാരണം തെറ്റുകൾ വളരെ വലിയ രീതിയിലാണ് ഇവർ ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചൊന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആയിരിക്കും ഇവരുടെ പേരിലുള്ള ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ഇനി നിങ്ങളോട് എങ്ങനെയായിരിക്കും ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ട് ഈ വ്യക്തിയുടെ കള്ളത്തന്നെ എല്ലാവരും മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നല്ല നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. ആൾക്കാരുടെ ബിഹേവിയർ നിങ്ങൾക്ക് നേരെ മോശമായിട്ട് അല്ല നല്ലതായിട്ടായിരിക്കും ഉണ്ടാവുക. ആൾക്കാർ ഇനി ഒരിക്കലും നിങ്ങൾക്ക് നേരെ തെറ്റായ ചിന്ത വയ്ക്കത്തില്ല. ഈ ഒരു മാറ്റം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ആക്ഷൻസ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തോ വലിയൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ലൈഫിൽ എന്തോ വലിയ വലിയ തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം എടുപ്പിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിരിക്കും. അതായത് ധനധാന്യം കൊണ്ട് നിറഞ്ഞ ഒരു ലൈഫില്ലേ, അങ്ങനെ ഒരു ലൈഫായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അതായത് ധനധാന്യം കൊണ്ട് നിറഞ്ഞ ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കും, എന്നാൽ പോലും നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു തപസ്വിനിയെ പോലെയുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നിൻ്റെയും ഒരു താല്പര്യമില്ല, അത് വേണം ഇത് വേണം അങ്ങനൊരു താല്പര്യമില്ല. ഒരു തപസ്വിനി എങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. മുന്നേക്ക് നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ ഒരുങ്ങി പുറത്തോട്ട് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. നല്ല വൃത്തി ഒരുങ്ങി പുതിയ വസ്ത്രം ധരിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ നിങ്ങൾ പോകുന്നില്ല. എന്താണോ ഉള്ളത് അതിട്ടുകൊണ്ട് പോകുന്നു, അല്ലാതെ വലിയ താല്പര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. ഒരുങ്ങണമെന്നുള്ള താല്പര്യമോ മേക്കപ്പ് ചെയ്യാനോ അതിനൊന്നും ഒരു താല്പര്യമില്ല. അതായത് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ടാണ് നിങ്ങളുടെ ചിന്താഗതി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതും നിങ്ങൾ അതേപോലെയാണ് നോക്കുന്നത്. സുഖമാണെങ്കിൽ സുഖം, ദുഃഖമാണെങ്കിൽ ദുഃഖം എന്നുള്ള രീതിയിൽ, അല്ലാതെ ഒന്നിനും സുഖത്തിന് കൂടുതൽ പ്രാധാന്യം ദുഃഖത്തിന് കൂടുതൽ പ്രാധാന്യം അങ്ങനെ നോക്കുന്നില്ല. ഈ ഒരു സ്ഥിതിയിൽ നിങ്ങളെ ദൈവമാണ് കൊണ്ടെത്തിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നാളൊരു സമയം ആ വ്യക്തി വളരെ മോശം രീതിയിൽ ശിക്ഷ അനുഭവിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ ഈ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതായിരിക്കാം. നിങ്ങൾക്ക് ഒരുങ്ങാൻ താല്പര്യമില്ല, സുഖത്തിനോട് താല്പര്യമില്ല, ഒരു തപസ്വിനിയെ പോലെ നിങ്ങൾ ജീവിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ മോശമായിട്ടുള്ള ഇൻറ്റൻഷൻ വെച്ച് അവർ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതായിരിക്കാം. നിങ്ങളിപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ല, അതേപോലെ ആ വ്യക്തിയും ഒറ്റപ്പെടുന്നതാണ്. അവരെ സഹായിക്കാൻ അപ്പോൾ ആരും ഉണ്ടാവത്തില്ല. ഒരു വ്യക്തിയെ ദുഃഖത്തിലാക്കിയിട്ട് മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. അതിവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെ വലിയൊരു ചതിയാണ് തന്നത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു വരും. കാരണം ഈ ഒരു ചതി നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആരാണോ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അവർ സ്വയം ഒറ്റപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.